ഹേ ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് തനിമ ഫാം ഹൗസിൽ ഒരു ദിവസം കണ്ടോക്കിയാലോ. അപ്പോൾ നമ്മൾ തനിമയിലെത്തി ഗൈസ്. കുറേ ആയിട്ട് വിചാരിക്കുന്നു തനിമയിലൊരു ഡേ ഔട്ടിന് പോകണമെന്ന്. ചില കാരണം കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഡേ ഔട്ടല്ല കേട്ടോ, സ്റ്റേ ആയിട്ടാണ്. 2 മണി ടൈമിലാട്ടോ അവിടെ ചെക്കിങ്. അപ്പം നമ്മളൊരു 1 മണി ടൈമിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ ഒരു ഗ്രീൻ കളർ ബാഡ്ജ് കെട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ സ്റ്റേ ചെയ്യുന്നവർക്ക് ഗ്രീനും ഡേ ഔട്ടിനുള്ളവർക്ക് യെല്ലോ കളറായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മുടെ റൂം റെഡി ആവണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിസിറ്റേഴ്സ് ലോഞ്ചിൽ പോയിട്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബഗ്ഗി വന്നിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ആയിട്ട് റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് പോകട്ടോ, കാഴ്ചകളൊക്കെ കണ്ടിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഫുള്ള് ഗ്രീനറി പച്ചപ്പായിട്ട് ഫുൾ ഫാം ഐറ്റംസും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അതിൽ ശരിക്കും മോൾക്ക് പിങ്ക് കളറാട്ടോ കയ്യിൽ കെട്ടുന്ന ബാഡ്ജ് കിട്ടിയത്. ഹാനിയാക്കും അതേത് വേണം എന്നിട്ട് കുറച്ച് വാശിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓക്കെ ആയിട്ടോ, കുട്ടികൾക്ക് കളിക്കാനായാലും ഫോട്ടോസ് എടുക്കാനായാലും കുറേ സെക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ എത്തിയത് നമുക്കൊരു ഗൈഡിനെ അവർ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. നമ്മളുടെ ഗൈഡിൻ്റെ പേര് അനിൽ എന്നാണ് കേട്ടോ. നമ്മൾ നേരെ പിന്നെ റൂമിൽ കാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. ചോറും ചിക്കൻ വരട്ടിയതും ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും പൈനാപ്പിളിൻ്റെ ഒരു കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി അടിപൊളി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പായസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഗൈഡ് നമുക്ക് ഇവിടുത്തെ ഫാമിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്നു കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. അതിലാണ് കയാക്കിങ് പിന്നെ ബോട്ടിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത്. തല ചൂടൊന്നുമില്ല, വയ്യായൊന്നുമില്ല. ഈ സമയത്തൊക്കെ ഉറങ്ങണമല്ലോ. പിന്നെ നമ്മൾ നേരെ പോയത് എക്സോട്ടിക് അനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ കാണാനാട്ടോ. അപ്പോൾ ലിഹാൻ ബേബിക്ക് വന്നപ്പോൾ തുടങ്ങിയിട്ട് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. മരുന്ന് കൊടുത്തപ്പോൾ നോക്കാം കേട്ടോ. അവിടെ നിന്ന് നമുക്ക് സ്ട്രോളർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ലിഹാൻ ബേബിനെ കടത്തിയപ്പോൾ കുറച്ച് ഓക്കെ ആയി. പിന്നെ ഇതേപോലത്തെ പാമ്പിനെ നമുക്ക് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്തോ ഇതൊക്കെ കാണുമ്പോൾ അറപ്പാനൊക്കെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ റംഷി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാനിയാക്കും ഇതുപോലെ ചെറിയൊരു ആമനെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ 2-3 സാധനമായിരുന്നു നമുക്ക് കയ്യിൽ പിടിക്കാത്തത്. ഇതിൽ ഹാനി വെച്ചത് ആമനെ കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമായി. ശരിക്കും വേണം പറഞ്ഞിട്ടോ. പക്ഷെ വെച്ച് കൊടുത്ത് താഴെ ഇട്ട് വെച്ച് പിന്നെ അതിനെന്തെങ്കിലും അയാൾ വെച്ച് പേടിച്ചിട്ടാട്ടോ.
രണ്ട് കൈ വെച്ച് ഇങ്ങനെ രണ്ട് അങ്ങനെ പിടിക്കാൻ പാടില്ല ഇങ്ങനെ. എക്സോട്ടിക് അനിമൽസിൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ എക്സോട്ടിക് ബേർഡ്സിനൊക്കെ കാണുമ്പോൾ അത് അതിൻ്റെ അപ്പുറത്തെ അതേ സെക്ഷനിൽ തന്നെ ആയിട്ടാട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് പക്ഷികൾക്കുള്ള ഫുഡ് തരും കയ്യിൽ. അത് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ കയ്യിൽ വന്നിരിക്കുന്നതാട്ടോ പറഞ്ഞ്. ഞങ്ങൾ ഇതേപോലെ എറണാകുളം പോയപ്പോൾ അവിടെ ഇതുപോലെ ബേർഡ്സ് നമ്മുടെ കയ്യിലൊക്കെ വന്നിരുന്നു. പക്ഷേ ഇത് ഒരെണ്ണം വരില്ല കേട്ടോ, കാരണം ഇവിടെ നല്ല തിരക്കുള്ളതുകൊണ്ട് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വിശപ്പുണ്ടാവില്ല എന്നാട്ടോ നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റംഷി കുറേ നേരം ആക്കിയപ്പോൾ 1-2 ബേർഡ്സ് മാത്രം വന്നിട്ടുണ്ടായിരുന്നു. പോയാ ഇതിന്റെ കൊഴിയല്ലേ ഇതോ പിന്നെ വെറൈറ്റി പൂച്ചകളുടെ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് അത് കണ്ട് 2-3 കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡോഗ്സിൻ്റെ ഭാഗത്താട്ടോ പോയത്. അവിടെ വെറൈറ്റി ഉണ്ട്. അതൊക്കെ അമ്മ കണ്ടിട്ട് ഭയങ്കര കുറയ്ക്കലായിട്ട് ഇതിനോട് നമുക്ക് വാക്കിങ് പോകട്ടോ. അപ്പോൾ റംഷിക്കും ഹാനിയാക്കും ഓരോ ഡോഗ്സിനെ അവർ കഴുത്തിൽ അതിൻ്റെ ചെയിനൊക്കെ ഇട്ടിട്ട് നമുക്ക് അതേ നടന്നിട്ടൊക്കെ കുറച്ച് നേരം നടക്കാം കേട്ടോ. കുറച്ചേരം വാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ലാണ്ട് നമ്മൾ റൂമിലേക്ക് ഒന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാൻ വിചാരിച്ചു. അവനെ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവർക്ക് ഉറക്കം വന്നിട്ടൊക്കെ ഭയങ്കര വാശിയും കാണിച്ചില്ലായിരുന്നു. പിന്നെ നമ്മൾ വന്നിട്ട് റൂമിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വിചാരിച്ചു. നമുക്ക് കെറ്റിലും കോഫിൻ്റെ പൗഡർ, മിൽക്ക് പൗഡർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഭാഗത്ത്. റൂമിലെത്തിയതും കുട്ടികൾക്ക് ടി വി ഇട്ട് കൊടുത്തിട്ട് എന്നാലേ അവർ ഒതുങ്ങിയിരിക്കുള്ളൂ. അപ്പോൾ അവർക്ക് ടി വി ഇട്ട് കൊടുത്ത ശേഷം കേട്ടോ വീഡിയോ എടുക്കുക. അതുപോലെ ഇതേപോലെ മണ്ണിൻ്റെ ഒരു സംഭവത്തിൽ വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. പിന്നെ അവരുടെ ഫാമിൽ തന്നെ ഉണ്ടായ പേരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ കേട്ടോ. പിന്നെ ടർക്കി അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ നമുക്കുള്ള കോമ്പ്, പിന്നെ വേറൊരു ബോക്സിലുണ്ടായിരുന്നത് സൂചി, നൂല്, ബട്ടൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ടാട്ടോ ഈ ഒരു ബോക്സിലുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ യൂസ് ആക്കാനുള്ള ഒരു ചപ്പൽ, പിന്നെ ഇതുപോലത്തെ ഒരു ലോണ്ടറി കവറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് അവിടെ. അപ്പോൾ നമ്മൾ വന്നതും ബാഗൊക്കെ അടിയത്തെ അറയിൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾ വന്നത് നമുക്ക് കോഫി മേക്ക് ചെയ്യുമ്പോൾ ഇറക്കാനുള്ള ഒരു സ്പൂണിൻ്റെ വരെയുള്ള ഒരു കോല് പോലത്തെ സംഭവം കേട്ടോ. അതിട്ടിട്ടാണ് അവർ കളിക്കുന്നത്. സൂപ്പർ നേട്ട് പിന്നെ ബാത്റൂം ഇതാട്ടോ. നല്ല അടിപൊളി ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം. ബാത്റൂമിൽ ഇതുപോലെ ടർക്കി അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ഷാമ്പൂ, ഷവർ ചില്ല്, അങ്ങനത്തെ കണ്ടീഷണർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആ ഒരു ഭാഗത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഹെയർ ഡ്രയർ ഉണ്ടായിരുന്നു. അതേപോലെ പിന്നെ ഇതാ നല്ല അടിപൊളി ക്ലിയർ ആയിട്ടുള്ള മിററൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറുപയർ പൊടി, അത് ആദ്യമായിട്ടായിട്ട് കാണുന്നത്. നമ്മൾ പാലക്കാട്ട് പോയിട്ടുള്ള അങ്ങനത്തെ കണ്ടിട്ടില്ല. ചെറുപയർ പൊടി, പിന്നെ ഒരു കാച്ചിയ പോലത്തെ ഒരു എണ്ണ കേട്ടോ. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ടിഷ്യൂ, ബ്രഷ്, പേസ്റ്റ്, നമ്മൾ 4 ആളുള്ളതുകൊണ്ട് 4 പേസ്റ്റ്, 4 ബ്രഷ്, അങ്ങനെ പിന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളായിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു ഭാഗത്തായിട്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ റംഷി കുട്ടികളെയും കൊണ്ട് പൂളിലേക്ക് പോയിട്ടോ. ഞാൻ ലിഹാനെയും കൊണ്ട് പോയില്ല. അവൻ ഭയങ്കര കരച്ചിലായതുകൊണ്ട് അവനെ ഉറക്കാൻ വിചാരിച്ചിട്ടോ. അതിനിടയ്ക്ക് ഞാൻ നല്ല അടിപൊളി സിനിമ കണ്ടു കേട്ടോ.
ഇതിൽ ഫുള്ള് തമിഴ് വിജയിൻ്റെ സിനിമകൾ മാത്രം ഇട്ടോ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതന്നെ എടുത്ത് കണ്ടു. ഇന്നലെ ഒരു കോഫി ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ലെഹാൻ ബേബിനെ ഉറക്കി എനിക്ക് ഭയങ്കര വാശിയാണ് കേട്ടോ. എനിക്ക് എന്താ പറ്റുകയല്ല, രാവിലെ തുടങ്ങിയിട്ട് നല്ല പനിയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര വാശി. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. നല്ല രസം. അതുപോലെ കുട്ടിക്ക് പറ്റിയൊരു തൊട്ടിലൊക്കെ ഉണ്ട്, ടാട്ട് തൊട്ടിലുണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. പിന്നെ റംഷി കോളേജ് തൊട്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ അവനെ എടുത്തിട്ട് പിന്നെ പോയി. അപ്പോഴേക്കും ഇവർ പൂളിലുള്ള കളിയൊക്കെ കഴിഞ്ഞിട്ട് സെറ്റായി നിൽക്കുകയാണ് കേട്ടോ, നമുക്ക് കറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഗൈഡ് നമ്മൾ എപ്പോൾ വിളിച്ചാലും വരും. ലെഹാൻ ബേബി അവിടെ എത്തിയത് നല്ല ഉറക്കം കൊണ്ട് ഉറങ്ങിയിട്ടോ. അപ്പോൾ സ്ട്രോളറിൽ തന്നെ കടത്തി പിന്നെ നമുക്കുള്ള ബഗ്ഗി വരും കേട്ടോ. അപ്പോൾ നമ്മൾ അത് വെയിറ്റ് ആക്കിയിട്ട് നിൽക്കുകയായിരുന്നു അവിടെ. അത് വന്നിട്ട് അതിൽ നമ്മളെല്ലാവരും കൊണ്ടുപോയി കാണിക്കട്ടെ. അപ്പോൾ നമുക്ക് വല്ലാതെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഫാം അത്രയും ചുറ്റി കാണണമെങ്കിൽ നടന്നാലൊന്നും കാണാൻ സാധിക്കില്ല കേട്ടോ. അപ്പോൾ അത് വന്നിട്ട് നമ്മൾ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊണ്ടുപോകാൻ ഞാൻ ശരി. അപ്പം എനിക്ക് ലിസ്റ്റ് പേരുണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങൾ ടീം വേടായെന്ന് എനിക്ക് അറിഞ്ഞു നോക്കുക. ശരിയാ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കുറച്ച് സ്മെല്ല് ഇഷ്യൂസ് ആണ്. ഇത് വന്നിട്ട് ഇതൊന്ന് നീലിരവി ബഫല്ലോ പഞ്ചാബി ബ്രീഡാണ്. ഇത് കാട്ടുപോത്ത് നാട്ടുപോത്ത് തമ്മിൽ ക്രോസ് ചെയ്ത് ഇവരൊക്കെ നിങ്ങൾ ഈ പൂച്ചനൊക്കെ ക്രോസ് ചെയ്യണ പോലെ ക്രോസ് ചെയ്ത് കൊടുക്കും കുട്ടികളെ കൊടുക്കും. ആ ഒട്ടകം ഉണ്ടല്ലേ? ഒട്ടകം ഉണ്ടല്ലേ? ഒട്ടകം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും. ആൾക്കാർ റൈഡിങ് ഉണ്ടോ? ഇല്ല റൈഡിങ് ഇല്ല, ഫോട്ടോ എടുക്കാം. കുതിര സവാരി ഈ റൗണ്ടിൽ തന്നെയാണ്. പിന്നെ നമ്മൾ നേരെ വന്നത് മഹാഗണിക്കട്ടെ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങിയത് അവരുടെ ഫാമിൽ തന്നെ ഉണ്ടായിട്ട് നമുക്ക് ഇളനീര് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് നേരെ പോയത് കുറേ മൃഗങ്ങളെ കാണാനാട്ടോ. അവിടെ കുതിരകളുടെ തന്നെ വെറൈറ്റി ഉണ്ട്, പിന്നെ ആടുകളുടെ, അതുപോലെ ബഫല്ലോ ഇല്ല, അതിൻ്റെ തന്നെ വലിയ വലിയ സാധനം കേട്ടോ. നമുക്കത് കാണുമ്പോൾ തന്നെ പേടിയാവും, അത്ര വലുത്. പിന്നെ ഒരു വണ്ടിൻ്റെ സെക്ഷൻ ഉണ്ട് കേട്ടോ, അത് നമ്മൾ മുമ്പിലേക്ക് അത് അടച്ചിട്ട് ക്ലോസ് ചെയ്തു കേട്ടോ. പിന്നെ ഇതാ ലെഹാൻ ബേബി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഊനാലിലിട്ടിട്ട് കുറേ നേരം ആട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ ഒട്ടകത്തിൽ ഫോട്ടോ എടുക്കാം കേട്ടോ. അതും നിർത്തി സമയം. അപ്പം നാളെ പിറ്റേന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ എടുത്തില്ല കേട്ടോ. പിന്നെ കുട്ടീസിന് ഊനാല് കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ. പിന്നെ വൈകുന്നേരം അവിടെ കുറച്ച് കറങ്ങിയപ്പോഴേക്കും നമുക്ക് ടീ ടൈം ആയിട്ടോ. അപ്പോൾ അവിടെ നിന്ന് കിച്ചണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരിനും ഓരോ സെക്ഷനായിട്ടാണ് കൊണ്ടുപോയിട്ട് വിളിക്കുക. അപ്പോൾ നമ്മൾ വിളിച്ചപ്പോൾ നമ്മുടെ ബഗ്ഗി വന്നിട്ട് നമ്മൾ അതിൽ കയറിപ്പോകാൻ നിൽക്കാം കേട്ടോ. ഇനി ഇവിടെ എന്തൊക്കെ കാണാത്തുണ്ടല്ലേ? ചേട്ടൻ നമ്മളെന്താ മിസ്സാക്കണത്? ഇതാണ് എൻ്റെ, നമ്മൾ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്തില്ല, നമ്മൾ പോയി കണ്ടല്ലേ ഉള്ളൂ. നാളെ രാവിലെ ചെയ്യാല്ലേ? ആ രാവിലെ ഈ മേലെ വന്നിട്ട് സൈക്ലിംഗ്, സിപ്പ് ലൈൻ, ബോട്ടിങ്, അഡ്വഞ്ചർ അല്ലേ, ഗോക്കോട്ട്, അതൊക്കെ ഉണ്ട്. ഞാൻ രാവിലെ ഒരു 9:00 വരാം. 9:00 ഒന്ന് ബോട്ടിങ്ങും ഗോക്കോട്ടൊക്കെ ചെയ്യും. അതുവരെ അപ്പോൾ റൂമിലിരിക്കുക. അല്ല കഴിഞ്ഞല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കും ഹണിയൊക്കെ ഉണ്ടല്ലോ. ചാർജർ എടുക്കാൻ ഉറപ്പിക്കട്ടെ. ചാർജർ വെള്ളത്തിനോടുണ്ട് കേട്ടോ.
ഒരു മിനിറ്റ് ചേട്ടാ. ഡിന്നർ വന്നിട്ട് ഈ ഡൈനിങ് ആണ്, ഇറങ്ങണ്ട. ആ ഡിന്നർ വന്നിട്ട് ഈ ഡൈനിങ് ആണ്. ഓക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നമ്മളിപ്പോൾ ചായ കുടിക്കാൻ പോകുന്ന ഡൈനിങ്. ഓക്കെ ഓക്കെ അത് ഒന്ന് കഴിക്കണം. ഗസ്റ്റിൻ്റെ പേര് ഹരിദാസ്. വെള്ളത്തിൽ വീണോ പനുട്ടി? പപ്പം പിടിച്ചല്ലേ വെള്ളത്തിൽ വീണപ്പോ? നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഓക്കെ. അപ്പോൾ രാവിലെ വണ്ടി വരാതെ നമ്മൾ തന്നെ വരണം. ഉച്ചക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ ഡൈനിങ്ങിലല്ല കേട്ടോ, വൈകുന്നേരം ചായ കുടിക്കാൻ പോയത് അതൊരു വേറെ ഭാഗത്തായിരുന്നു. അതുപോലെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെയാണെന്ന് കേട്ടോ നമ്മളുടെ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ തന്നെ ഉണ്ടാക്കിയ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. കപ്പയും പിന്നെ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ അവരുടെ ഫാമിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാട്ടോ അവിടെ മെയിനായിട്ട് നമുക്ക് തരുന്നത്. പിന്നെ അവരുടെ അവിടെ തന്നെ ഉണ്ടാക്കിയ ഒരു മുരിക്ക്, പിന്നെ പഴംപൊരി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കേക്ക്, പിന്നെ ചായ, കുട്ടികൾക്ക് പാല്, ബൂസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങൾ ഇട്ട് നമുക്ക് കോഫി ആണെങ്കിൽ കോഫി അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ. നമ്മൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ടി വിയിൽ അവരുടെ ഫാമിൻ്റെ ഡീറ്റെയിൽസും തനിമയുടെ എല്ലാ സംഭവങ്ങളും ടി വിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഫുഡ് കഴിക്കാം കേട്ടോ. ഹാനിയ പുറത്ത് പോകേണ്ട സ്വത്ത് ഇവിടെ വാ ഹാനിയ. ശരിക്കടാ ഊഞ്ഞാലിരിക്കും ഇവിടെ 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 ശരിക്കണം.
എന്തുണ്ടാക്കണേ? എവിടെ നട്ടിയേ? ചെടിയില് എവിടേക്കായിരുന്നു? നമ്മള് മറ്റേ എന്താ സാധനത്തിന്റെ പേര്? മസാജാരൊക്കെ അല്ലേ? ആ പൂമ്പിൽ ഇഹാന ഉറങ്ങുമായിരുന്നു. പാട്ടൊക്കെ നിന്നടാ, ഡാൻസ് ഒക്കെ ഉണ്ടാവും. സ്ട്രോളറോ? വല്ലാതെ വെളിച്ചൊന്നുമില്ല അവിടെ അല്ലേ? ഇരുട്ട്, വെളിച്ചില്ല. പിന്നെ രാത്രിയായപ്പോൾ നമ്മൾ കുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ലിഹാൻ ബേബിക്ക് നല്ല പനിക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മരുന്ന് മേടിക്കാനും പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നേരെ മസാജ് ചെയറിൽ പോയിട്ട് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ രാവിലെ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് നമുക്ക് അതിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി കേട്ടോ അതിൽ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് കാല് മാത്രം മസാജ് ചെയ്യുന്നത്, ഫുൾ ബോഡി മസാജ് ചെയ്യുന്ന ചെയറും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ കുറച്ച് ഇടയ്ക്ക് ഇരുന്നിട്ട് പിന്നെ ഭയങ്കര കുറുമ്പായപ്പോൾ നേരെ ഗെയിം സെക്ഷനിലേക്ക് വന്നു കേട്ടോ. ഇവിടെ വെറൈറ്റി ഗെയിമുകളുണ്ട്. അപ്പോൾ അതിൽ കുറച്ചൊക്കെ ഇങ്ങനെ കളിച്ചിട്ട് അങ്ങനെ കുറച്ച് സമയം പോയി. റിഹാൻ ബേബി ഇവിടെ വന്നപ്പോഴാട്ടൊന്ന് ഓക്കെ ആയത്. കുറച്ച് ബോളൊക്കെ എടുത്തിട്ട് കൊടുത്തപ്പോൾ അവൻ പിന്നെ കളിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ ആയിട്ട് ജിമ്മും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂസ് ആക്കാം കേട്ടോ. ഡേ ഔട്ടുള്ളവർക്ക് ഇതൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. നമുക്ക് സ്റ്റേ ചെയ്യുന്നവർക്ക് ഇതൊക്കെ യൂസ് ആക്കാം. പിന്നെ വലിയ തിരക്കൊന്നും ഇപ്പോൾ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ യുദ്ധത്തിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ടാണ് അവർ
അവിടെ കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ മരുന്ന് മേടിക്കാൻ മെഡിക്കൽ ഷോപ്പിലേക്ക് പോകാം കേട്ടോ. ഇത് കുറച്ച് ഉള്ളിലേക്കുള്ള ഭാഗമായിട്ട് ഇവിടെ ടൗണിലേക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പം ഇത് നല്ലേപ്പിള്ളി എന്ന സ്ഥലത്താണ് കേട്ടോ തനിമ ഫാം ലൈഫ് ഉള്ളത്. അപ്പോൾ നമ്മൾ രാത്രി നമുക്ക് ടൗണിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റിനോട് പറഞ്ഞിട്ട് പോകട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു. ലിഹാൻ ബേബി നല്ല കരച്ചിലായിരുന്നു, നല്ല ചുമയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഗ്ലാസ് ബ്രിഡ്ജ്, നമ്മൾ അതിലും പോയിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം പിറ്റേ ദിവസം ചെയ്യാന്നുള്ള നമ്മുടെ ആക്ടിവിറ്റീസിൽ കുറേയൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. പിന്നെ കുട്ടിക്ക് വാശിയൊക്കെ ആയപ്പോൾ ഇത് ശരിക്കും രാത്രി വരുമ്പോൾ ശരിക്കും ഒരു ആന വന്നിട്ട് നിൽക്കുന്ന ഒരു ഫീലായിരുന്നു. പെട്ടെന്ന് കാണുമ്പോൾ ഡബ്ബിയാണ്, അത് വേറെ കാര്യം, എന്നാൽ കൂടി ഒരു പ്രത്യേക ഒരു ഫീൽ അത് കാണുമ്പോൾ. പിന്നെ നമ്മൾ 2-3 മെഡിക്കൽ ഷോപ്പ് നോക്കിയിട്ടൊക്കെ അടച്ചിക്കായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് കിട്ടി മരുന്ന് കിട്ടിയിട്ട് നമ്മളത് മേടിച്ചിട്ട് നേരെ പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നു കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ലിഹാൻ ബേബിക്കും മരുന്ന് കൊടുത്തത് എനിക്ക് നല്ല ഉറക്കം വന്നു കേട്ടോ. അപ്പോൾ ആ ആട്ടുതൊട്ടിലിട്ടിട്ട് കുറേ നേരം ആട്ടിയപ്പോൾ ആളിങ്ങനെ നന്നായി ഒന്ന് ഉറങ്ങി. നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, നല്ലൊരു ക്ലൈമറ്റായിരുന്നു. പിന്നെ അവിടെ ഫുഡ് ബൊഫായിരുന്നു കേട്ടോ. അൽഫാം, ജ്യൂസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നൂൽപുട്ട് അങ്ങനത്തെയൊക്കെ. നമ്മൾ വൈകുന്നേരം നല്ല ഹെവി ആയിട്ട് കഴിച്ചുകൊണ്ട് ഫുഡ് അങ്ങനെ കഴിച്ചില്ല കേട്ടോ, ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് അൽഫാം അങ്ങനത്തെ സംഭവങ്ങൾ, താറാവ് കറി, അങ്ങനത്തെ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. നമ്മൾ പറയുന്നത് ഓംപ്ലേറ്റ്, ദോശ, അപ്പം അതൊക്കെ അവർ ചുട്ടുതരും കേട്ടോ. പിന്നെ ലിഹാൻക്കുള്ള കഞ്ഞി നമ്മൾ അവരോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അവൻ നേരെ റൂമിൽ വന്നിട്ട് അപ്പോഴേക്ക് ലിഹാൻ ബേബി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റംഷ അത് മേടിക്കാൻ പോയതാട്ടോ. ഇവർ ഒരേ കളിയാട്ടോ, കുറേ TV കാണും, പിന്നെ കുറേ ഫ്രിഡ്ജ് തുറന്ന് നോക്കും. കുട്ടികളാകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, അവർക്ക് ഇങ്ങനെ ഒതുങ്ങിയിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യും. പോട്ടെ. റംഷി പോയിട്ട് കുട്ടികളെ കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹാനിയാണ് കേട്ടോ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നത് എല്ലാവരും കുളിച്ചിട്ടുണ്ടായിരുന്നു. കുളിച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണല്ലോ വന്നത്. അപ്പോൾ പിന്നെ എല്ലാവർക്കും നല്ല മയക്കം വരുന്നു കേട്ടോ. ഹാനി ശരി ആദ്യം തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓ മലയാളം தெரியாதா?